ബ്യൂട്ടിഫുൾ ലവേഴ്സ്. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഊട്ടി ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്. ഒരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പുലർച്ചെ ഒരു 1:30-1:45 സമയത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 6 മണിക്കൂർ ട്രാവൽ ചെയ്യണം. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നല്ല വൈബായിരുന്നു കേട്ടോ. ഒരേ പാട്ടും ഡാൻസും നല്ല അടിപൊളിയായിരുന്നു. ഇതേ ഇവിടെ ചിറ്റമ്മയും അമ്മയും എല്ലാവരും ഒരേ വൈബാണ്, ഡാൻസ് കളിയാണ് എല്ലാവരും. ഹൈ റേഞ്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തിയിട്ട് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി. അപ്പം തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല ഇരുട്ടാണ്, പുലർച്ചെ സമയമല്ലേ. അപ്പം വണ്ടീൻ്റെ ലൈറ്റാണ് കേട്ടോ ഈ റെഡ് കളറിൽ കാണുന്നത്. എല്ലാവർക്കും നല്ല തണുപ്പുണ്ട്. ഫാമിലി ആയിട്ട് വന്നിരിക്കണേ. ഊട്ടി എത്തണേ ഉള്ളൂ. അതിന് മുന്നേ നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇനി ഉണ്ട് ഒരു മണിക്കൂർ കൂടി ഉണ്ട് ഊട്ടി. കുന്നൂർ എത്തണേ ഉള്ളൂ. കുന്നൂർ എത്തി. ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട് ഊട്ടി. അങ്ങനെ ഞങ്ങളൊരു 6:30 ആയപ്പോൾ ഊട്ടി എത്തിയിട്ടോ. അവിടെ എത്തിയിട്ട് എല്ലാവരും ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് റോസ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഞങ്ങളൊരു 7:30 ആയപ്പോൾ എത്തി. അവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടില്ലേ. ഇവിടെ നിന്നിട്ട് എല്ലാവരും ഫ്രഷ് ആയതൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ടൈം വേണ്ടി വന്നു. അപ്പം നമ്മളങ്ങനെ റോസ് ഗാർഡനിൽ എത്തി കേട്ടോ. പക്ഷേ ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത് 8:30 കൊടുക്കാൻ തുടങ്ങുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉടനെ ഫുഡ് കഴിക്കണം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. കാരണം ഞങ്ങൾ വരുമ്പോൾ കുറേ വണ്ടിയിലൊക്കെ ഡാൻസ് കളിച്ച് ഡ്രസ്സ് മൊത്തം നാശമായി. അപ്പം ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഇവിടെ വന്നിട്ട് ആരും തണുപ്പുണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. നല്ല തണുപ്പ്. ഇവിടെ വന്നിട്ട് ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കുറച്ച് റിസ്ക്കാണ്. പെട്ടെന്ന് അങ്ങനെ എവിടെയും അവൈലബിൾ അല്ല. എനിക്ക് തണുത്തിട്ട് സംസാരിക്കാനൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഇതേ കൈയൊക്കെ കണ്ടോ, ഭയങ്കരമായിട്ട് മരവിച്ചു. മുക്കിക്കൂടെ വായിക്കൂടെ കൈ തണുത്ത കാറ്റ് പോയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. തണുപ്പൊന്നാമത് എനിക്ക് സെറ്റാവുന്നേ ഇല്ല. ഇപ്പം എങ്ങനെ ഈവനിങ് വരെ നിൽക്കുമെന്നറിയില്ല. നമ്മൾ ജസ്റ്റ് 1 ഡേ ട്രിപ്പാണ് കേട്ടോ. ഫാമിലി എല്ലാവരും കൂടെ നൈറ്റ് തന്നെ തിരിച്ചു പോകും. ബാക്കിലുള്ള ഈ മരങ്ങളൊക്കെ കണ്ടോ, ഇത് യൂക്കാലി ആണോ പൈൻ മരം ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. വന്ന ഡ്രസ്സൊക്കെ മാറ്റി ഗൈസ്. ഇപ്പം ഇതാണ് ഗൈസ് ഔട്ട്ഫിറ്റ്. അപ്പം ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോകണം. ഇഡ്ഡലിയും ചമ്മന്തി ചട്നി അതൊക്കെയാണ് ഫുഡ്. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് റോസ് ഗാർഡൻ കാണാൻ പറ്റിയില്ല ഗൈസ്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ഇത്രയും പേർക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇത്രയും പൈസ വെറുതെ കളയണ്ട, കാരണം ഇവിടെ അത്രയ്ക്ക് മാത്രം കാണാനായിട്ട് ഫ്ലവേഴ്സൊന്നും ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടില്ലെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി വേണ്ടാന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ കർണാടക ഗാർഡനിലാണ് കേട്ടോ പോയത്. അവിടെ പോയപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഒരുപാട് ഫ്ലവേഴ്സും നല്ല വ്യൂ ഒക്കെ ആയിരുന്നു അവിടെ. ഇവിടെ എല്ലാവർക്കും എൻട്രി പാസ് ഉണ്ട് കേട്ടോ. അഡൾട്ട്സിന് 100 രൂപയും ചെറിയ കുട്ടികൾക്ക് 50 രൂപയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പോസിറ്റീവ് വൈബായിരുന്നു. എനിക്ക് പൊതുവെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ നിറയെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ്. പൂക്കളുടെ കളറും ഭംഗിയൊക്കെ കാണുമ്പോൾ നമ്മളങ്ങനെ അവിടെ തന്നെ നിന്നു പോകും. പിന്നെ ഇവിടെ ചിറ്റമ്മയും അമ്മയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ എന്തൊക്കെ പൂവാണ് എന്താണെന്നൊക്കെ. എനിക്ക് പേരൊന്നും അറിയില്ലല്ലോ. പിന്നെ കുറേ ഫ്ലവേഴ്സിൻ്റെ പേരൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ കേൾക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടത്. പക്ഷേ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചിറ്റമ്മ എന്നോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുക, അതിന് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ. ചിറ്റമ്മ പറയാം ഇതിനകത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല ചിറ്റമ്മ, അതുകൊണ്ടല്ല അവിടെ ഇങ്ങനെ വേലി കെട്ടി വെച്ചേക്കുന്നതെന്ന്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ 3 ആളും കൂടെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പോസ് ചെയ്ത് നടന്നു വരാൻ കേട്ടോ. നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ലല്ലോ അല്ലേ. ഇവിടെയുള്ള ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല അടിപൊളിയുണ്ട്. പിന്നെ ബുഷ് ചെടിയൊക്കെ അവർ ഓരോരോ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഇവിടെ. പറ, ഇവിടെ ഒരുപാട് കാണാനുണ്ട്. നോക്കൂ.
പൂവ് ആരോ പറിച്ചിട്ട് അവിടെ ഒരു ചെടീൻ്റെ മേലെ കൊണ്ടുവച്ചിരിക്കണം. ഇങ്ങനെയുള്ള പ്ലേസിലൊക്കെ വരുമ്പോൾ അവർ നമുക്ക് കാണാൻ വേണ്ടി ഭംഗിക്കാണ് ഇതെല്ലാം ഇത്രയും വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. അവരെത്ര കഷ്ടപ്പെട്ട് വളർന്നു പോകാനല്ലേ. ഭംഗി തോന്നിയപ്പോൾ വലിച്ചായിരിക്കും, എന്നാലും മോശമല്ലേ. ആരോ വലിച്ചിട്ടേക്കുന്നു ഇവിടെ. ഇത് കർണാടക ഗാർഡൻ ആണ് കേട്ടോ. ഇവിടെ ഊട്ടിയിൽ വരുന്ന ആരും മിസ് ചെയ്യാതെ ഈ ഒരു പ്ലേസിൽ വരണം. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇപ്പം ചെറിയതായിട്ട് ചെടികളൊക്കെ കുറച്ചിങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ ബാക്കി കാണാൻ നല്ല അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഊട്ടിയിൽ വരുന്നത്, അതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, അവിടേക്ക് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ പോകണം എന്നാണ് പ്ലാൻ. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര നേരം ആവുമെന്ന് അറിയില്ല. അപ്പോൾ കാണാം ഗൈസ്. അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സിലുള്ള ഫിഷ് ഇവർ ഈ ഒരു ഗാർഡനിൽ വളർത്തുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെന്നുള്ളൊരു പോയി കാണണം കേട്ടോ. അമ്പാടിയിൽ ഒരുപാട് മിസ് ചെയ്തു ഇവിടെ എത്തിയപ്പോൾ. കാരണം അവനാണല്ലോ ഇങ്ങനെ മീനിലൊക്കെ ഒരുപാട് ഇഷ്ടം. അത് കഴിഞ്ഞ് അവിടെ വേറൊരു സംഭവം കണ്ടു. എനിക്കിത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചക്കരോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നൈറ്റ് എന്തോ ഇങ്ങനെ വാട്ടർ ഡാൻസ് പോലെയുള്ള പരിപാടി ഉണ്ട്, അതിൻ്റെ സെറ്റപ്പാണെന്ന്. കാല് കടിയണടാ റിച്ചു, എനിക്ക് കാല് കടിയണോ ഗൈസ്. ഇത്രയും ചുറ്റി വന്ന് ഇവിടെ കയറുമ്പോഴത്തേക്കും കാല് നല്ല കടയുന്നുണ്ട്. പിന്നെ ഇതൊരു തൂക്കുപാലാണ് ഗൈസ്. ഇതിൻ്റെ മുകളിൽ കയറിയപ്പോണ്ടല്ലോ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റോട്ട് നല്ല തണുപ്പുണ്ട്. താഴെ നിന്നപ്പോൾ അത്ര തണുപ്പ് തോന്നിയില്ല, ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇല്ലേ റിച്ചു? എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെയുണ്ട് പറ? നല്ല തണുപ്പുണ്ട്. പായിക്കൂടി മൂക്കിക്കൂടെയൊക്കെ എയർ കയറിയിട്ട് തൊണ്ടിട്ട് സൗണ്ടൊക്കെ പോയി. അയ്യോ അതാവട്ടെ കുറേ ഈ ഫ്ലവർ ഉണ്ടല്ലോ, എനിക്ക് ഈ ഫ്ലവർ കണ്ടപ്പോൾ പെട്ടെന്ന് എന്താ ഓർമ്മ വന്നത്, നമ്മുടെ ലാവൻഡർ ഇല്ലേ, ലാവൻഡർ ഫ്ലവർ, അതിൻ്റെ സെയിം ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ട്, കളറും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ മുഴുവൻ കണ്ടൊന്നുമില്ല, സമയമില്ല, ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി പോവാണ് ലേക്കിൽ. അപ്പം അവിടെ പോയിട്ട് അതുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 4 to 7 വരെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാനാണ് പ്ലാൻ. വെയിലൊക്കെ കുറച്ച് കുറഞ്ഞിട്ട്. ഇവിടെ വെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ട്, എന്നാലും അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്.